തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായി സംഘടിപ്പിച്ചു. ഉറിയടി ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഉറിയടി മഹോത്സവമായിരുന്നു പ്രധാന ചടങ്ങ്. ഭാഗവത പാരായണം, ഉറിയടി, അഷ്ടമിരോഹിണി സന്ധ്യ, ദീപാരാധന, ദീപക്കാഴ്ച, അഷ്ടാഭിഷേകം, പ്രസാദ വിതരണം എന്നിവ നടന്നു. രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ഉറിപൂജ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉറിപൂജ നടന്നത്. തുടർന്ന് ഇരു കരകളിലേക്കുമുള്ള ഉറിയടി ഘോഷയാത്രയുണ്ടായി. അഷ്ടമിരോഹിണി മഹോത്സവം ഈ വർഷവും വളരെയധികം ഭംഗിയായിട്ട് നടത്തുവാൻ തീരുമാനിച്ചു. രണ്ട് കരകളുടെ ആസ്ഥാനങ്ങളിൽ ഉറിയടി മഹോത്സവം ഉറിയടി നടത്തി. ക്ഷേത്രത്തിൽ വന്ന് ഉറിയടി മഹോത്സവം ആരംഭിച്ചു. രാവിലെ ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് വിഷു സദ്യ, അഷ്ടമിരോഹിണി സദ്യ, വൈകിട്ട് ദീപക്കാഴ്ച ഇങ്ങനെ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉറിപൂജയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും ശ്രീകൃഷ്ണ വേഷധാരികളുടെയും അകമ്പടിയോടുകൂടി കിഴക്കേക്കരയുടെ ആസ്ഥാനത്തെത്തിയ ഘോഷയാത്ര കിഴക്കേക്കര വക വഴിപാട് ഉറി സമർപ്പിച്ച ശേഷം പടിഞ്ഞാറേക്കരയുടെ ആസ്ഥാനമായ മാവിലേത്ത് പള്ളിവേട്ട ആൽത്തറ ജംഗ്ഷനിലെത്തി. പടിഞ്ഞാറേക്കര വഴിപാട് ഉറി സമർപ്പിച്ച ശേഷം തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇതിനുശേഷം ക്ഷേത്രസന്നിധിയിൽ ഭക്തരുടെ വഴിപാട് ഉറി സമർപ്പണവും ആരംഭിച്ചു. ഭാഗവത പാരായണം, അഷ്ടമിരോഹിണി സദ്യ, ദീപാരാധന, സ്പെഷ്യൽ ദീപക്കാഴ്ച എന്നിവയും നടന്നു. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി ദിനത്തിലെ ഉറിയടി മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6:30 തന്നെ ക്ഷേത്രം തന്ത്രി ശ്രീ ഉണ്ണിക്കുട്ടൻ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉറിപൂജ നടത്തി. പ്രധാനമായും രണ്ട് കരയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. രണ്ട് കരയിലെ കിഴക്കേക്കരയുടെ ആസ്ഥാനത്ത് മാറി ഉരുകയടിച്ച ശേഷം അവിടുന്ന് നേരെ പടിഞ്ഞാറേക്കരയിൽ പോയി പടിഞ്ഞാറേക്കരയുടെ ആസ്ഥാനത്ത് മുറിയടിച്ച ശേഷം ക്ഷേത്രത്തിൽ വന്ന് ഉറിയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം 12 മണിക്ക് വിഭവസമൃദ്ധമായ അഷ്ടമിരോഹിണി സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം വീണ്ടും ഉറിയടി തുടരുകയും വൈകിട്ട് 12 മണിയോടുകൂടി അഷ്ടാഭിഷേകം, ഭഗവാന്റെ അവതാര ചാർത്തുകൾ നടത്തുകയും ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. ചടങ്ങുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളായ അനിൽകുമാർ, ഷാജി, സുമേഷ് കുമാർ, PV മുരളി, രാജേന്ദ്രൻ, മഞ്ജു സുരേഷ്, അനിൽകുമാർ കെ, ശശിധരൻ പിള്ള, വിശ്വനാഥൻ നായർ, രാജേഷ് CG, ശ്രീകുമാർ S, ബിനീഷ് കുമാർ S, സുജ S, കരകളുടെ ഭാരവാഹികളായ വിജയകുമാർ കളീക്കൽ, അശ്വിൻ ശ്രീഗംഗ, അനിൽകുമാർ കൊട്ടാരത്തിൽ, പ്രദീപ് അച്ചൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
CD നെറ്റ് ന്യൂസ് കായംകുളം.